നമുക്ക് മക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിലെ നമ്മുടെ ഇഷ്ടം മനസ്സിലാവുള്ളൂ. ഒരു ഉദാഹരണം പറയാണ്, ഇപ്പോൾ ഉമ്മമാർ ഒരു കല്യാണത്തിന് പോവാണ്, ഞായറാഴ്ച ഒരു 11 മണിക്ക് ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. 10:45 ഇറങ്ങണത്. 10:45 ഇറങ്ങൂല, നിങ്ങൾ 10:55 ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പോണ സമയത്ത് റോഡിലൊരു കുഴിയുണ്ട്. അപ്പോൾ കുട്ടീനായിട്ട് ഇങ്ങനെ പോണ സമയത്ത് കുട്ടി എന്ത് ചെയ്ത്, ആ കുഴിൻ്റെ അടുത്തെത്തിയപ്പോൾ കുഴി ചാടിക്കിടക്കാൻ വേണ്ടി, അപ്പുറത്ത് കൂടെ പോകാൻ പറ്റും, പക്ഷെ കുട്ടികളാണല്ലോ, അതിലൊന്ന് സാഹസം ചെയ്യും. അപ്പോൾ ഈ വലിയൊരു കുഴി ഒന്ന് ചാടിക്കിടക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ചാടിയതാണ്, പക്ഷെ നേരെ കുഴിയിലാണ് വീണത്. ആ കുഴിയിലാണ് വീണതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മളെ മോനാണല്ലോ, പണ്ടാറക്കാലം വീഴാൻ കണ്ടൊരു സമയം കണ്ടില്ലേ എന്നറിയും അല്ലേ? അതേസമയത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ലൈലാത്താൻ്റെ കൂടെയാണ് പോണത്. ആ ലൈലാത്താണ് വീണതെങ്കിലോ, ലൈലാത്താനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു, കാല് തടവി കൊടുക്കുന്നു, എന്തെങ്കിലും അസുഖം പറ്റിക്കണോന്ന് ചോദിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു, ശുദ്ധമായി നല്ല രീതിയിൽ ലൈലാത്താനെ പരിചരിക്കും. സ്വന്തം മോന പണ്ടാറക്കാലം വീഴാൻ കണ്ട നേരം കണ്ടില്ലേ അല്ലേ? അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുപാട് നമ്മുടെ മക്കളോടുള്ള സ്നേഹം ശരിക്കും മനസ്സിലാക്കേണ്ട സാധനം. എൻ്റെ മോൻക്കൊരു അപകടം പറ്റി, അപ്പോഴാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ബുദ്ധി പലപ്പോഴും രക്ഷിതാക്കൾക്കില്ലാതെ പോകും. വേറെ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്ന്, അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ചിലപ്പം അവരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കും ഒരു ബിസ്ക്കറ്റൊക്കെ കിട്ടാൻ. നമ്മളതിലൊക്കെ ഭയങ്കര കർക്കശമായിട്ട് കണ്ണിട്ട് ഇങ്ങോട്ട് കാട്ടി ഇങ്ങോട്ട് മാറിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാം. ആ കുട്ടി വിരുന്നുകാർ പോയതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ച ആ ഗ്ലാസും പ്ലേറ്റൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നു, എൻ്റെ പാവം എൻ്റെ ഉമ്മ എല്ലാം ഇതൊക്കെ എടുത്ത് കൊണ്ടൊക്കെണ്ടെന്ന് വെച്ചിട്ട് ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ട് നിങ്ങളെ അടുക്കളയ്ക്ക് കൊടുന്നു തരാണ്. കൊടുന്ന് എത്തണ അവിടെ എച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഇടയിലൊന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ഇനി കേൾക്കാത്ത ചീത്ത ഉണ്ടാവില്ല. നിങ്ങളെ സഹായിച്ചതാണ്, ഉമ്മാനെ സഹായിച്ചതാണ്, ഗ്ലാസ് അവിടെ ഇരിക്കണ്ട, എൻ്റെ ഉമ്മ അവിടെ കൊണ്ടേക്കണ്ട, ഞാൻ കൊണ്ടുവെക്കുക. അതേസമയം അപ്പോൾ ഇനി പണ്ടാറക്കാലം അതും പൊട്ടിച്ചിരുന്നു. അതല്ല, ഇനി മനസ്സിലാക്കേണ്ട, ആ വിരുന്നുകാരിൽപ്പെട്ട ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ, ഏതോ ഒരാളുടെ ഒരു കുട്ടി. ആ കുട്ടിയാണ്, ആ കുട്ടിൻ്റെ കയ്യിലാണ് ഗ്ലാസ് വീണതെങ്കിലോ ഉമ്മമാരുടെ അഭിപ്രായം എന്തായിരിക്കും? സാഹല്യമാണ്, അത് കുഴപ്പമില്ല, ഒരു ചൂലെടുക്കുന്നു, മുറെടുക്കുന്നു, അത് അടിച്ചു കൂട്ടി മെല്ലെ കൊണ്ടുവയ്ക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇവിടെ സത്യത്തിൽ നമുക്ക് സ്നേഹം ആരോടാ? നമ്മുടെ മോനോടോ അതോ ഏതോ ഒരു അകന്ന ബന്ധുവിലുള്ള ആ വന്ന വിരുന്നുകാരൻ്റെ മോനോടോ? ചോദ്യം പ്രസക്താണ്. അപ്പോൾ നമ്മുടെ മക്കളോടുള്ള സ്നേഹം ശരിക്ക് ബോധ്യപ്പെടുന്ന ചില രംഗങ്ങളാണ് അതൊക്കെ.